എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തിരിക്കുന്നു. കുറച്ച് ടിഷ്യൂ പേപ്പർ ചെറിയ പീസുകളായി മുറിച്ചെടുക്കുകയാണ്. ബോട്ടിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ പീസുകൾ ഓരോന്നായി അവയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. ഫെവിക്കോളിൽ അല്പം വെള്ളം മിക്സ് ചെയ്താണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാല് മണിക്കൂർ കൊണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. വൈറ്റ് സിമെന്റിൽ കുറച്ച് ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ്. ഇത് നമ്മുടെ ബോട്ടിലിന് മുകളിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ബോട്ടിലിൽ നല്ലൊരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിലാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് സിമെന്റിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിലെ ബ്രഷ് സ്ട്രോക്ക് നന്നായിട്ട് കാണാനുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പെയിന്റെല്ലാം നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കോക്കനട്ട് ക്യാപ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മോഡം എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ തേങ്ങാ ഞെട്ടെന്നും ചിലടത്ത് പൊരിക്കിയെന്നും തെങ്ങിൻ പൂവെന്നും ഒക്കെ പറയാറുണ്ട്. ഇത് ഇതളുകളായി ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരല്പം ഫ്ലഷ് ക്യൂക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളുകളിൽ ഓറഞ്ച് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഓറഞ്ചെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പെയിന്റ് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒട്ടിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ച് ഇത് ഒട്ടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ എല്ലാ ഫ്ലവറും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറെല്ലാം നന്നായി ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇപ്പം നീളത്തിലെടുത്ത് അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ത്രെഡ് പോലെ ചുരുട്ടിയെടുക്കുന്നു. ഇത് നമ്മുടെ ഫ്ലവറിന്റെ തണ്ടായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. എല്ലാ ഫ്ലവറിൽ നിന്നും ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്.
ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളിതിലേക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസാണ്. ഇത്തരം കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ലീഫിൻ്റെ ആകൃതിയിലുള്ള പീസുകൾ വെട്ടിയെടുത്തിരിക്കുന്നു. ഇവയ്ക്കും ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഞാനതിൽ ലീഫിലുള്ളത് ഉണക്ക് കുറച്ച് ഡിസൈനുകളോടെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഫെവിബോണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ റെഡി. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് ഗുഡ് ബൈ.